ഒരു നബി മാത്രമാണുള്ളത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഇബ്രാഹിം നബിന്റെ ദുആന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കഅബ ഉണ്ടാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുഹമ്മദ് നബി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് കഅബ പൊളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം. എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലിദ്? യാസീൻ ഓതിയാ പോരേന്ന് ചോദിച്ചു എന്നാളൊരാള്. യാസീൻ വേറെ ഓതണം, യാസീൻ വേറെ ഓതണം, തബാറക്ക വേറെ ഓതണം, അൽബക്കറ വേറെ ഓതണം, ഒക്കെ ഓതണ്ട തന്നെയാണ്. മങ്കൂസ് മൗലിദിന് മങ്കൂസ് മൗലിദ് തന്നെ വേറെ ഓതണം. എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലിദ്? എന്തേ ബാഫക്കി തങ്ങള് ഹജ്ജിന് പോയപ്പോ മങ്കൂസ് മൗലിദ് ഓതിങ്ങാണ്ടിറങ്ങിയത്? ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് മക്കളെ പഠിപ്പിക്കണം, അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണം, വരുന്ന സമുദായത്തെ പഠിപ്പിക്കണം. അതിന് പഴയ ആൾക്കാരുടെ അടുത്ത് പല പരിപാടിയുണ്ട്. ഓലൊരു മഴയില്ലാതെ ഇടങ്ങാറായാൽ എല്ലാവരും കൂടി ഒരു പാറപ്പുറത്തേക്ക് കയറി പോയിട്ട് ഒരു മങ്കൂസ് മൗലിദ് ഓതും. ഓലടുത്ത് മുഹമ്മദ് നബിനെ പരിചയപ്പെടുത്താൻ പല പണിയുണ്ടായിരുന്നു, നമ്മളടുത്ത് ഒന്നുമില്ലാതായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലും പരിചയപ്പെടുത്തണം, നാട്ടിലും പരിചയപ്പെടുത്തണം, എല്ലായിടത്തും പരിചയപ്പെടുത്തണം. വീട്ടിലും വേണം. എങ്ങനെ വീട്ടിൽ പരിചയപ്പെടുത്തുക? ചോറയിക്കാണ്. ചോറയിക്കണ സമയത്ത് വറ്റ് താഴെ വീഴുമ്പോ വാപ്പ പറയണം മക്കളോട്, മക്കളെ വറ്റ് കളയരുത്, അതെടുത്ത് കഴിക്കണം. ഭക്ഷണത്തിൻ്റെ ചാടിയതിൽ ബറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാടിയ ഭക്ഷണം ഒരാൾ എടുത്തു കഴിച്ചാൽ ബറസ്, ജുദാമ്, ജുനൂന്, വെള്ളപ്പാണ്ട്, ഭ്രാന്ത് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവൂലാന്ന് അഷ്റഫുൽ ഖൽഖായ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എടുത്തു കഴിക്കണം എന്ന് മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടും. ഞാൻ തന്നെ പെരപ്പണി കഴിഞ്ഞിട്ട്, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, മുറ്റം കട്ട വിരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെടി കൊടുന്ന് കുഴിച്ചിടുമ്പോൾ 3 റോസാ കൊമ്പും കൊടുന്ന് കുഴിച്ചിടണം. അത് കുഴിച്ചിടുമ്പോൾ മകനോടും മകളോടും പറയണം, മക്കളെ മുസ്തഫായ നബി തങ്ങളുടെ ശരീരത്തിന് റോസാ പൂവിൻ്റെ മണമാണുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് 3 റോസാ കൊമ്പ് നിൽക്കട്ടെ. അപ്പോൾ റോസാ കൊമ്പിനെ മുഹമ്മദ് നബിയുമായി കണക്ട് ചെയ്തു. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ടാലാണ് ഈമാൻ നിലനിൽക്കുക. അതുകൊണ്ട് അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ്. കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും. ഞാൻ മഹല്യരോടും കമ്മിറ്റിക്കാരോടും വാപ്പാരോടും ഉമ്മാരോടും എല്ലാവരോടും വർത്താനം. റഷീദ് വൈസിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് വിഷയമൊന്നും ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്നെയാണ് ഈ പറയണേ, അതെന്നെയാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിലും വിഷയം ഇടേണ്ട ആവശ്യമില്ല. ശരിക്ക് പറയാനൊരാളെ കൊടുന്നാൽ അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതെന്താ വെച്ചാൽ നമ്മൾ വിഷയം കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്നത് പറഞ്ഞാൽ മതി എന്നാണ്. ഇനിയിപ്പോൾ വിഷയം കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുക നിങ്ങൾ? ആരും അവനാനെ പറ്റിയിട്ടുള്ള വിഷയമൊന്നും കൊടുക്കൂല, ഒക്കെ ആരാനെ പറ്റിയിട്ടേക്കാണ്. ആണുങ്ങൾ എങ്ങനെ വിഷയം കൊടുത്താലും സ്ത്രീകൾ ഇസ്ലാമിൽ നിന്നേ കൊടുക്കുള്ളൂ. ആണുങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആണുങ്ങൾ വിഷയം കൊടുക്കൂല. നിസ്കരിച്ചാത്തവർ ഇസ്ലാമിൽ നിന്നാണ് നിസ്കരിക്കുന്ന ആൾക്കാർ വിഷയം കൊടുത്താണ്ടാകുക. നിസ്കരിക്കുന്നവർ ഇസ്ലാമിൽ നിന്നത് വലിയൊരു വിഷയമല്ലേ? നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത്. നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത് നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നുള്ള ആയത്താ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്തിലുള്ളത്. അപ്പോൾ നിസ്കരിക്കുന്നവരെ പറ്റി കുറേ പറയലുണ്ട്, കുറേ പറയാണ്ട്. ചെറുപ്പക്കാരെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമാണ്. ചെറുക്കന്മാരൊന്നും നേരാകണില്ല. നിൻ്റെ അഭിപ്രായത്തിൽ ചെറുക്കന്മാരല്ല നേരാകാത്തത്, വയസ്സന്മാരൊന്നും നേരാകണില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താ കാരണം? നമ്മൾ നേരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ വയസ്സന്മാരാണ്. ഓലാണ് നമ്മൾ നേരായതിൻ്റെ കാരണം. ഇനി അടുത്ത തലമുറ നേരാണെങ്കിൽ നമ്മൾ നേരാകണ്ടേ? തന്നെ അതില്ല. ചെറുപ്പക്കാർക്കോ കുട്ടികൾക്കോ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ റമദാൻ മാസം വരുന്നുണ്ട്. റമദാനിൽ നിങ്ങൾ അങ്ങാടിയത്തെ പള്ളിക്കൊന്ന് പോയോ കൊണ്ട് ലുഹർക്ക് ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. വയസ്സന്മാരെ നിൽക്കരിച്ചിട്ടല്ല, കുട്ടികളെ കയറി നിൽക്കരിച്ചിട്ടാണത്. ഒരു കുഴപ്പമില്ല, നമുക്ക് വെറുതെ തോന്നിയതാണ്.
കുഴപ്പം നമ്മളെടുത്താണുള്ളത്. കുഴപ്പം എന്താ ഉള്ളതെന്ന് അറിയാം, നിങ്ങൾ ഒരിക്കൽ പള്ളിക്കൊക്കെ ഒരു കുട്ടി വന്നാൽ പിന്നെ മേലാക്കം വരൂല, ആ കോലത്തിനുണ്ടാക്കും. പ്രായം കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. 50 വയസ്സ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉള്ളിക്ക് പിന്നെ ഒന്നും കയറൂല, കയറിയത് ഇറങ്ങുകയുള്ളൂ എന്നാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, പിന്നെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒലേക്ക് കയറൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക, പറഞ്ഞതിൻ്റെ പിന്നെയും പറയും, അതെന്നെ പിന്നെയും പറയും. എൻ്റെ 15 വയസ്സാണ് സമയത്ത് ഞാൻ അന്ന് കാൽച്ചായും കൂടിയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ ഇടക്കിടക്ക് പറയും. അത് ഒരിക്കൽ ചെറുക്കനോട് പറഞ്ഞതാണ്, ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമില്ല. ഓൻ വിചാരിക്കും, എന്താ തന്തങ്ങൾക്ക് അന്നൊരു കാൽച്ചായ കുടിച്ചാൽ മതിയായിരുന്നു, എന്നാൽ മനസ്സ് ചെയ്യാതെ അടങ്ങാറായാൽ വേണ്ടിയെന്നില്ലാന്ന്. അതിങ്ങനെ ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കുടിച്ചിട്ടില്ല എന്ന് ശരിയാണ്, അത് അന്നത്തെ ഒരു സാഹചര്യമാണ്. ഇന്ന് കാൽച്ചായ കുടിച്ചിട്ടാത്ത സാഹചര്യം അല്ലല്ലോ. പുതിയ തലമുറനോട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൽക്ക് മനസ്സിലാവില്ല. ഓൽക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല, നമ്മളത് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പം എന്താ സംഗതി? ഇതന്നെ സംഗതിയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. 3 സമയത്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുക. ഒന്നാമത്തത് പ്രായപൂർത്തിയാവുമ്പോൾ, രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ, മൂന്നാമത്തേത് റിട്ടയർഡ് ആവുമ്പോൾ. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. ഒന്ന് പ്രായപൂർത്തിയായാൽ ജീവിതത്തിനൊരു മാറ്റം വരും. അതെന്താ വെച്ചാൽ വലിയ കുട്ടിയായി എന്ന് തോന്നും. ചിലപ്പോൾ അവൻ്റെ വാപ്പ അവനോട് പറയും ചെയ്യും, എടാ ഇജിപ്പോൾ പയമായിരി അല്ല കേട്ടോ, ഇജ് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ വാപ്പയും കൂടിയും പറഞ്ഞാൽ പിന്നെ ഒന്നുകൂടി വലുതാവും. അങ്ങനെ വലുതായാലുള്ള കുഴപ്പം എന്താ നിങ്ങൾ? പിന്നെ ഓനോട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതിനിപ്പോൾ 80 വയസ്സായ ആളാണെങ്കിലും വലുതായാൽ കുടുങ്ങി. ആരും വലുതാകരുത്. അബൂജാഹിലിന് വരെ ഉണ്ടായ കുഴപ്പം എന്താ അറിയോ? വലുതായതാണ്. അബൂജാഹിലിന് എന്താ കുഴപ്പം? അബൂജാഹിലിന് അള്ളഞ്ഞിപ്പോൾ ഒന്നായാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അബൂജാഹിൽ മുസ്ലിമാണെന്നോ മുശ്രിക്കല്ലാന്നോ ഒന്നും അല്ലോട്ടെ ഞാനീ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് മൂപ്പര്. അള്ള ഒന്നാണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതെന്താ? ഈ മക്കത്ത് ഒരു നബി ഉണ്ടാവുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവർകളാണ് അതാകേണ്ടിയിരുന്നത്. അതാ യത്തീം കുട്ടി ആയത് ശരിയായില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് വലിയ കുട്ടി ആയാലും പറഞ്ഞത്. വലിയ കുട്ടി ആരായാലും പ്രശ്നമാവും. അതാണ് ഒരു കാര്യം. ജീവിതത്തിൻ്റെ മാറ്റം പ്രായപൂർത്തിയാകുമ്പോൾ വലിയ കുട്ടിയാകലാണ് ഒന്ന്. രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ മാറ്റം ഉണ്ടാവും. ജോലി കിട്ടുമ്പോൾ എന്താ മാറ്റം വെച്ചാൽ, ജോലി കിട്ടി അത്യാവശ്യം വരുമാനമായാൽ സാധുക്കളെയും ജോലിയില്ലാത്തവരെയും ഒന്നും കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നുള്ള കോലത്തിലാവും. ചില വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും ചില ജോലിക്കാർ. ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാലുണ്ടാവും ചില ആൾക്കാരവിടെ. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാത്ത സൈസ്. ഓർക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ജോലി കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാണത്. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കൂല. ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറില്ല. ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൻ വരെ ഒരു തയ്യാറില്ല. എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ചായ വാങ്ങി തന്നിട്ടുണ്ട്. ഇവിടുന്നല്ല, ലക്ഷദ്വീപിൽ നിന്നാണെന്ന് മാത്രം. കപ്പൽ കയറി പോയാലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചായ വാങ്ങി തന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് എന്നാണ്, നമ്മളെ നാട്ടിൽ നിന്നല്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഓൽക്കന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോലീസുകാർ ഇങ്ങനെയൊക്കെ ആയാൽ മതിയെന്ന്. ഞാൻ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് താനൂരിൻ്റെ അടുത്ത് ഓലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രക്ഷിതാക്കളുടെ പരിപാടിക്ക് പോയി രാത്രി. അപ്പോൾ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിലൊരു കാര്യം പറഞ്ഞു. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ. 17 ലക്ഷം റുപ്യ അല്ല കേട്ടോ, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ടും ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ്. ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്തത് ഒരു കേസാണ്. എന്നാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് 2 കേസാണ്. ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഖത്തറുകാരിയല്ല, പുറത്തുനിന്ന് വന്നൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. താനൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കേസും താനൂർക്കാരാണ്. ഓലെ വിട്ടയച്ചിട്ടില്ല, അവർ റിമാൻഡിലാണ്, എന്ന് പറഞ്ഞാൽ ജയിലിലാണ്. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു. വലിയൊരു സംഗതിയല്ലത്.
പക്ഷെ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്താ പരിഹാരം എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇൻ്റെ അടുത്തുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, അതും വാപ്പുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. ഈ ചെറുക്കന്മാർക്കുണ്ടാവില്ല വാപ്പാര്. വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് കുട്ടികൾ വർത്താനം പറയാണ് എന്ന് പീടിയിലിരുന്നിട്ട് ഇങ്ങനെ പറയാം, എന്താപ്പം നമ്മളെ പള്ളിക്കത്തൊരവസ്ഥ. ജുമാക്കിന് വന്നാൽ ചെക്കന്മാർ മേലെ കയറിന്നിട്ട് സിനിമക്കഥ പറയാണ് എന്ന അങ്ങാടിയിൽ ഇരുന്നിട്ട് വലിയ വർത്താനം പറഞ്ഞാൽ പോരാ. ജുമ എറിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പെരേക്കാണ് ചെല്ലുമ്പോൾ ഈ ചെറുക്ക അവിടെ ഉണ്ടാവൂലേ, എന്താ ഓനോടൊന്ന് ചോദിച്ചാൽ വാപ്പാൻ്റെ കുട്ടിന്ന് മേലെ ഇരുന്നിരുന്നത്, അവിടുന്ന് എന്തേ ഒരു വർത്താനം കേട്ടിരുന്നല്ലോ, ബാപ്പാൻ്റെ കുട്ടി അതിലുണ്ടായിരുന്നോ, അതിന് നിൽക്കരുത് ഇട്ടോന്ന് ഒന്നാണ് പറഞ്ഞാൽ പോരെ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ വാപ്പിയമ്മയുള്ള കുട്ടികളാണ്. എന്താ ചോദിച്ചാൽ? അതുകൊണ്ട് കുട്ടികളൊന്നല്ല കേടന്നിട്ടുള്ളത്. ചോദിക്കണവർ ചോദിക്കണില്ല, പറയേണ്ടവർ പറയണില്ല, നോക്കേണ്ടവർ നോക്കണില്ല. അതന്നെ പ്രശ്നം. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം, നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഈമാനിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താനാണ്. അത് അടുത്ത തലമുറക്ക് എത്രമാത്രം കൊടുക്കാൻ നമുക്ക് കഴിയും, അതാണ് വിജയം. ജീവിതത്തിൻ്റെ മൂന്നാമത്തെ മാറ്റം പ്രായം കൂടുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ എന്നാണ് ഞാൻ പറയാം. റിട്ടയർഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ തോന്നും, അതിനിപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന്. ആ റിട്ടയർഡ് അല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആകുക, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആകുക, ഖത്തറിൽ നിന്ന് റിട്ടയർഡ് ആകുക, കന്നൂട്ടിൽ നിന്ന് റിട്ടയർഡ് ആകുക, ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക. ഇതൊക്കെ റിട്ടയർഡ് ആയാലാണ്. റിട്ടയർഡ് ആയാൽ എന്താ കുഴപ്പം? കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, അങ്ങനെ ഇക്കാരം. റിട്ടയർഡായ കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, അങ്ങനെ ഉണ്ടാകുക. പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്ലിപ്പ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് സ്വീകരിച്ച് പേരക്കുട്ടിനെ തോളിലൊക്കെ ഇട്ട് കവിളിലൊക്കെ മുത്തം കൊടുന്നിരുത്തും. 3 മണിക്കൂർ തിരക്കുണ്ടാവില്ല. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് വല്ലിപ്പാൻ്റെ സ്വഭാവം മാറും. കണ്ണട എടുത്തു, കണ്ണടൻ്റെ കാല് മുറിഞ്ഞു, പേപ്പറിലെ ഫോട്ടം വെട്ടി, അങ്ങനെ അപ്പടി ഇപ്പടി മാന്തി ചൊറിഞ്ഞ് ആ കിടങ്ങാറായി പേരക്കുട്ടികൾക്ക് വല്ലിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞ കോലത്തിലാക്കും. ഇതന്നെയാണ് പള്ളിക്ക് ഉണ്ടാകുക. എന്താ കുട്ടികൾ പള്ളിയേക്ക് വരാത്തത്? എന്തേ ചെറുപ്പക്കാർ പള്ളിയേക്ക് വരാത്തതിൻ്റെ കാരണം? ഈ സൈസ് 4 പള്ളിക്ക് ഉണ്ടായാലും ഒറ്റൊന്നും കയറൂല. ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാൽ പള്ളിക്കുന്ന വെള്ളം മുഴുവൻ മുക്കിക്കളെ. എന്താപ്പാ ചെറുക്കൻ്റെ ഒക്കെ വിചാരം? നാം മുക്കാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്കൊക്കെ കാലുകാതെ കയറിയെന്നായി. എല്ലാവരും ചെറുതായി വലുതായതാന്നുള്ള ഓർമ്മ വേണം, എന്നാലേ അങ്ങ് നടക്കുള്ളൂ. ഇത്ര വലുപ്പത്തിൽ ആരും ജനിച്ചതല്ല, ചെറുതായിട്ടാണ് വലുതായതാ. എങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കണം. പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പറയണതിനൊരു കോലുണ്ട്. പറയേണ്ടവരാണ് പറയേണ്ടത്. എല്ലാവരും കണ്ണൊട്ടൻ്റെ വടിമാരി കാണുന്നിടത്തൊക്കെ കുത്തല്ല, അതിനൊരു നിയമമുണ്ട്. ആ കുട്ടിക്ക് പിന്നീട് വരാൻ തോന്നാത്ത ഒരു രൂപത്തിലാക്കി തീർക്കാൻ പാടില്ലല്ലോ. ഇതന്നെയാണ് പെരയിലുള്ളത്. സൈക്കിൾമ കയറിയാലും പ്രശ്നമാണ്, കയറിയില്ലെങ്കിലും പ്രശ്നമാണ്. ഇയാൾ പെരയിലും പ്രശ്നം തന്നെ ഈ കാര്യം. സൈക്കിൾമ കയറിയാൽ കണ്ടില്ലേ ചെറുക്കൻ കാല് മുറിച്ചാൻ കയറിയിരിക്കണതെന്നായി. കാല് മുറിച്ചാനാ പോകാൻ കയറിയത്. കയറിയില്ലെങ്കിലോ 4,500 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായിമൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി. കയറിയാലും പ്രശ്നമാണ്, കയറിയില്ലെങ്കിലും പ്രശ്നമാണ്. ഇതാണ് സംഗതി പറഞ്ഞത്. ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവരും അങ്ങനെ തന്നെ കാരം. ഈ വയതരണം ഞാനും ചിലപ്പം പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെ കാരം. അതുകൊണ്ട് നമുക്ക് എന്തുവാണ്, ഒരു സമചിത്തത, ഒരു കാര്യബോധം എന്നിവ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ നന്നാണെങ്കിൽ അതിൻ്റെ കാരണം വയസ്സന്മാരനെയാണ്, കാരണന്മാരാണ് അതിൻ്റെ കാരണം, വേറൊന്നുമല്ല. നമ്മളാരും എഴുതി പഠിച്ചതല്ലല്ലോ. ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. ഇത് നമ്മളാരും എഴുതി പഠിച്ചതല്ല, കാരണന്മാർ ചെല്ലണ് കേട്ടിട്ട് പഠിച്ചതാണ്. ഇന്ന് ഒറ്റ കാരണവരും മുണ്ടൂല. നിങ്ങൾ ഔത്ത പള്ളിയിൽ ഇരുന്ന് നോയിക്കോളി. ഒരു കുട്ടിയും പറയുണ്ടാവില്ല. പറയുണ്ടാവുമല്ല മനസ്സ് പറഞ്ഞാൽ എങ്ങനെ അടുത്ത തലമുറ പഠിക്കാം? ദിക്റുകളും സ്വലാത്തുകളും പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജഹറാക്കൽ നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട്. എന്നാലും പഠിപ്പിക്കാൻ വേണ്ടി ഏതായാലും പറ്റും, അതിലൊരു തർക്കമില്ല. അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലെങ്കിലും നമുക്കൊന്നും ചെല്ലിയാൽ മേലെ ഇരുന്നുങ്ങാണ്ട് വർത്താനം ഇങ്ങനെ തുടങ്ങണ കുട്ടികളുണ്ടാവും. ഓർക്ക് മനസ്സിലായി താഴത്ത് ജുമ ഉണ്ടല്ലേ, അപ്പം മുണ്ടൂല. ഇത് അടിയിലുള്ള ഒറ്റൊന്നും മുണ്ടില്ലെങ്കിൽ പിന്നെ മേലെ വർത്താനല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഇതെല്ലാവരോടുമാണ്, ആണുങ്ങളോടാണ്, പെണ്ണുങ്ങളോടാണ്, എല്ലാവരോടുള്ള വർത്താനാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈമാൻ സംരക്ഷിക്കപ്പെടുള്ളൂ. നബി തങ്ങൾ പഠിപ്പിക്കപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിയെയാണ് വിമർശിക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിയാണ് വിമർശിക്കുക. ഖുർആനിനെ വിമർശിക്കുന്നത് പോലും നബി തങ്ങൾ ശരിയല്ല എന്ന് വരുത്തി തീർക്കാനാണ്. ഖുർആനെ ഒരാൾ വിമർശിക്കുന്നത് എന്തിനാ? ഖുർആൻ ശരിയല്ല എന്ന് വരുത്താനല്ല, ഖുർആൻ പറഞ്ഞ പ്രവാചകൻ ശരിയല്ല എന്ന് വരുത്താനാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതെത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദീനിനെ കരുതി വെക്കണം. അവരുടെ ദീനീയായ ജീവിതം നമ്മുടെ ബാധ്യതയാണെന്ന് ഓർക്കണം. അതിനാൽ വലിയ കരുത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. മഹത്തുക്കളെ പരിചയപ്പെടുത്തുക, സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തുക. ഇതൊക്കെ ഈമാൻ നിലനിൽക്കാൻ ആവശ്യമാണ്. സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ കിട്ടും കൂലി എന്നാണ്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ എന്നുള്ളിടത്ത് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഐ ദിക്റു അസ്മാഇഹിം, സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ തന്നെ കൂലിട്ടും. സജ്ജനങ്ങളുടെ പേര് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ കൂലിട്ടും. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ തസ്ബീഹ് മാല എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു ആദം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹുദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുതദ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. ഞാൻ ഇപ്പം ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. ആ കിതാബിന് അതിന് കിഫായത്തുൽ ഈമാൻ എന്ന് വേറൊരു പേരുണ്ട്. നമ്മളെ ദർസുക്ക് കുട്ടികളൊക്കെ പോകുമ്പോൾ ആദ്യം ദർസുക്ക് വരുന്ന കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന 2 കിതാബാണ്. ഒന്നൊരു 10 കിതാബും ഒന്നൊരു 7 കിതാബും. ഒരശറത്ത് കുത്തുബ്, മീസാന് അല്ല, പിന്നെ മുത്തഫരീദ്, നൂറുൽ അബ്സാർ, അങ്ങനെയുള്ള 10 കിതാബുകളുള്ള ഒരു കിതാബ്, ചെറിയൊരു കിതാബ്. അതിന് അശറത്ത് കുത്തുബ് എന്നറിയും. 7 കിതാബുള്ള വേറൊരു കിതാബുണ്ട്, 7 ബൈത്തിൻ്റെ കിതാബുകൾ, അതിന് സബഅത്ത് കുത്തുബ് എന്നറിയും. അതിൽപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുൽ അവാം. അതിലാണ് ഞാൻ ഈ ചൊല്ലിയത് ഉള്ളത്. പിന്നത് വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട്. വല്യമ്മ ചെല്ലണ 15 വക ഏടിലുണ്ട്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം ഉസ്താദെ, വല്ലിപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈമാനിന്റെ രസം കിട്ടും. സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈമാന്റെ മധുരത്തെക്കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാണ്. 3 അടിസ്ഥാനം മനസ്സിലാക്കണം, എന്നാലേ മധുരം കിട്ടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. രണ്ടാമത്തേത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം, എന്നാലേ രസം കിട്ടുള്ളൂ. അംഗീകരിക്കൽ വേറെയും ഇഷ്ടപ്പെടൽ വേറെയും. നല്ല മഫ്തട്ടിട്ട് കുട്ടി സ്കൂൾക്ക് പോവുകയാണ്. അപ്പം അടുത്തുള്ള കുട്ടിനോട് പറഞ്ഞു, എന്താ ഇപ്പം കാട്ടുക, എൻ്റെ വാപ്പി ഇമ്പിയൊക്കെ ഭയങ്കര റിലീജിയസ് ആണ്, ഓലെ ഇങ്ങനെ അല്ലാതെ പോരാൻ അനുവദിക്കൂല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അമ്മാക്കും വാപ്പാക്കും ആണ് എന്ന് ചിന്തിച്ചാൽ ഈമാനിന് ഒരു രസവും ഉണ്ടാവില്ല. മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? 5 സെൻറ്റ് സ്ഥലമുണ്ട്,
ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട്. എന്താ ഇപ്പം കാട്ട, മുസ്ലിമായി പോയില്ലേ എന്ന് വിചാരിച്ചാൽ ഈമാനിന് ഒരു രസം ഉണ്ടാവില്ല. കുറച്ചീച്ച മനസ്സിലായി തോന്നുന്നുണ്ട്, എന്നാലും കൊണ്ട് മുഴുവനായിട്ടില്ല. തന്നെ സംഗതി. കഫ്തീരിയ തുടങ്ങാണ്ട് പലിശക്ക് പൈസ കിട്ടാനും ഉണ്ട്. എന്താ ഇപ്പം നമ്മൾ കാട്ടുക? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, എന്നാലും വേണ്ട. എന്താ ഇപ്പം കാട്ടുക? തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതാണോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈമാൻ്റെ രസം കിട്ടണമെങ്കിൽ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതായിരിക്കണം, കഷ്ടപ്പെട്ട് മുസ്ലിമായതായത്. ആദി മുസ്ലിമും ഉണ്ട്, ഓതി മുസ്ലിമും ഉണ്ട്. ആദിമൂല്യരും ഉണ്ട്, ഓതിമൂല്യരും ഉണ്ട്. ആദിമൂല്യർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവൻ്റെ വാപ്പ മൂല്യരായിരുന്നു, അപ്പോൾ ഓനും മൂല്യരാണ്, ഓതാൻ പറ്റൊന്നുമില്ല, ആണ് ആദിമൂല്യർ. വാപ്പ മുക്രിയായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഓൻ മുക്രിയായി. വാപ്പ ഖത്തീബായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഖത്തീബായി. തന്നെ വാപ്പ മൂല്യരായിരുന്നു, അതുകൊണ്ട് വാപ്പ മരിച്ചപ്പോൾ വാപ്പ വൈദ്യരായിരുന്നു. വാപ്പ മരിക്കോളം ഒരു കൊമ്പൻ ജാതി പോലും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. വാപ്പ മരിച്ചപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ കൊമ്പൻ ജാതിയും കോരാജനാദിയും എഴുതാൻ തുടങ്ങി. അങ്ങനെ വൈദ്യരായി. ഇതാണ് ആദി വൈദ്യർ. ഓതി വൈദ്യർ എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ടായതാണ്. ഇതേമാതിരി ആദി മുസ്ലിമുണ്ട്, ഓതി മുസ്ലിമുണ്ട്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആദി മുസ്ലിമായി എന്നുള്ളതാണ്. ഓതി മുസ്ലിമാണ്. എന്താ ഓതി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് മുസ്ലിമാവണം. വാപ്പായതുകൊണ്ടാകരുത്, ഇമ്മായതുകൊണ്ട് ഞാൻ അപ്പം അങ്ങനെ ആയിപ്പോയതാണ് എന്ന് ചിന്തിക്കരുത്. ഇഷ്ടപ്പെട്ട് മുസ്ലിമാകണം. തന്നെ പല കാര്യങ്ങളും എടുത്തു നോക്കുക, പല കാര്യങ്ങളും. നാളൊരു സ്ഥലത്ത് പിരിവിന് വന്നു ഒരു പെരേക്ക്. അപ്പോൾ ഒരു ആചാര്യണ്ട്, മുമ്പരിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയോള് ഇങ്ങനെ കുറേ രണ്ട് കയ്യിലും കുറേ കീസിൽ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. എന്നിട്ട് മുപ്പത്തിയേര് ഇങ്ങനെ ഉള്ളിൽ കയറി പോയപ്പോൾ ആചാര്യ പറഞ്ഞു, ഓള് റിലീജിയസ് ആണ് ആള്, ഓള് മാർക്കറ്റിലൊക്കെ ഒറ്റയ്ക്ക് പോയി വരും, വേണമെങ്കിൽ എയർപോർട്ടിലും പോകും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, പോയിക്കോട്ടെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഹയാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ലജ്ജ എന്നാണ് പറയുക. അത് ഈമാനുമ കണക്ട് ചെയ്തിട്ടാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. അതാണ്ട് പോയാൽ പിന്നെ മുസ്ലിമാണ് എന്ന് പറഞ്ഞതിലൊരർത്ഥമില്ല. വേറൊരു കാര്യം, ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഏക മതം ഇലാഹിയായ മതമാണ്. വേറെ ഒരു മതവും ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി പറഞ്ഞിട്ടില്ല. ഇലാഹിയായ മതമാകുന്ന ഇസ്ലാം ദീൻ മാത്രമാണ് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മതം. അതുകൊണ്ട് ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. പോണ്ടാന്നോ പോണെന്നോ അല്ല ഞാൻ പറയണത്. പോകുന്നതിനും പരിധി വേണം, പോകാതിരിക്കുന്നതിനും പരിധി വേണം. ലജ്ജ നഷ്ടപ്പെടാൻ പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ലജ്ജ വളരെ പ്രധാനം. മൂന്നാമത്തേത് വബി മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലല്ലാതെ ഈമാൻ്റെ മാധുര്യം ലഭിക്കുകയില്ല. മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം. അംഗീകരിക്കാൻ പലരും അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടൽ വേറെയാണ്, അംഗീകരിക്കൽ വേറെയാണ്. എൻ്റെ നബി മുഹമ്മദ് നബി ആയതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഏത് നബി? ആ 12 പെണ്ണെട്ടിയ നബി തന്നെയാണ് എൻ്റെ നബി. എനിക്കതിലൊരു കുഴപ്പമില്ല. നാളൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു, ചങ്ങരംകുളത്തുള്ള ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ 12 കല്യാണം ഇല്ലെങ്കിൽ നമുക്ക് ദീൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു സുഖമായിരുന്നു. വേണ്ട, ആ സുഖം വേണ്ട, അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം ദീനിലെ താല്പര്യമെന്ന് പറഞ്ഞാൽ. അതിനെന്തു വേണം? അതിന് മുഹമ്മദ് നബിയെ പഠിക്കണം, നബി തങ്ങളുടെ വിവാഹങ്ങൾ പഠിക്കണം. എല്ലാവർക്കും എന്താ 4, നബി തങ്ങൾക്ക് എന്തേ 9 സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ എല്ലാവർക്കും
നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രം നബി തങ്ങളുടെ പ്രത്യേകത ഓർമ്മ ഉള്ളത്. പെണ്ണിട്ടിനോടുത്ത് എന്താ ഇപ്പം നബിക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത എന്നാണ്. അത് മാത്രമല്ല, ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? നിസ്കരിച്ചിട്ടുണ്ടോയെന്നല്ല ചോദിച്ചത്, തലയും കൂടി ആട്ടണില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? ആണ്. എന്നാൽ മുഹമ്മദ് നബിക്ക് നിർബന്ധമാണ്. ഈ നബി തങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ആകെ ഒരു കാര്യം ഓർമ്മ വരുള്ളൂ, എന്ത്? 9 എണ്ണിട്ടീന്ന്. അത് മാത്രമല്ല പ്രത്യേകത, കുറേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഫർള് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അന്ന് ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഇത് നുബുവത്തിൻ്റെ ആദ്യഘട്ടമാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫർള് നിസ്കാരം നിർബന്ധമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഭാര്യമാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. കെട്ടിയാൽ മാത്രം പോരാ, മരിക്കോളം കൊണ്ടെടുക്കണം. ഹഫ്സ ബീവിയുമായി നബി തങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി. തലാഖ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, എല്ലാവരും മാതിരിയല്ല, നിങ്ങൾക്ക് തലാഖ് എല്ലാം പാടില്ല, ഇനി മരിക്കോളം കൊണ്ടെടുക്കേ പറ്റുള്ളൂ പറഞ്ഞു. തലാഖ് ഇല്ലില്ല. അപ്പോൾ നമ്മൾ കെട്ടലിൻ്റെ പ്രത്യേകത മാത്രമേ കണ്ടുള്ളൂ, തലാഖ് എല്ലാം പാടില്ല. മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് പരാജയം മണത്താൽ ആർക്കും പിരിഞ്ഞു പോരാം. യുദ്ധത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക, ജയിക്കൂലാന്ന് തോന്നിയാൽ പിന്നാക്കം പോരാം. പക്ഷേ നബി തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ പാടില്ല, മുന്നിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും തോന്നിയാൽ നിൽക്കൽ നിർബന്ധമില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം യുദ്ധത്തിൽ പരാജയമാണെന്ന് തോന്നിയാലും പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അത് നബി തങ്ങളുടെ പ്രത്യേകതയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മരിച്ചാലേ നമ്മളെ മുതൽ മക്കൾക്ക് ഓരിച്ചെടുക്കാം. മുഹമ്മദ് നബിയുടെ സ്വത്തിൽ അനന്തരമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്നു മാശിറൽ അംബിയാ ഇലാ നൂറസും ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാകുന്നു എന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചാൽ മതി, എന്നൊരു കുഴപ്പമുണ്ടാവില്ല. മുതൽ വരെ മക്കൾക്ക് ഒരേക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അപ്പം ആ നബി നമ്മുടെ നബി ആയതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. ഈമാൻ്റെ രസം ഉണ്ടാവും. ഈ 3 എണ്ണം ഇല്ലെങ്കിൽ ഈമാൻ്റെ രസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കലും അറിയലും ജീവിതത്തിൻ്റെ ഭാഗമാക്കലുമാണ് ഈമാൻ്റെ മാധുര്യം. അതുള്ളവർക്കാണ് ഈ ദീനിൽ നിൽക്കാൻ കഴിയുക. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ശരി തന്നെയാണെന്ന് തോന്നും. അതിപ്പോൾ എന്തേ പിന്നെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാവല്ലേ, ഇതായിരുന്നു ശരി എന്ന് തോന്നും. ഞമ്മക്ക് ശരി തോന്നുന്ന ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞ ശരിയെ അംഗീകരിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളെ ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ആളാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. അള്ളാൻ്റെ ദുനിയാവിലാകെ ഒരു വിഷയം മാത്രമേ പഠിക്കാനുള്ളൂ, മുഹമ്മദ് നബിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചാൽ തീരാത്തതും അതാണ്, ബാക്കിയൊക്കെ പഠിച്ചാൽ തീരും. എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട്, ചെറിയ പ്രായം. എന്നാൽ റബീഉൽ അവ്വൽ 12-ന് കുട്ടികൾ പറയുന്ന വയത് വരെ ഇൻ്റർനാഷണൽ വിഷയങ്ങളാണ്. കുട്ടിക്കാലം പഠിപ്പിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം.
6-ാമത്തെ വയസ്സിൽ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. പിന്നീട് ആകെ സംരക്ഷിക്കാനുണ്ടായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു. ഖദീജ ബീവി മരണപ്പെട്ടു. ആദ്യം ത്വായിഫിലേക്കും ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്കും ഹിജറ പോയി. അങ്ങനെയൊക്കെ ആയാലും അല്ലാഹു തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് ആർക്ക് തന്നെയാണ്? മുഹമ്മദ് നബിക്കാണ്. അപ്പോൾ വാപ്പ ഉണ്ടാവലല്ല റഹ്മത്ത്, ഇമ്മ ഉണ്ടാവലല്ല റഹ്മത്ത്, ജന്മനാട്ടിൽ നിൽക്കാൻ കഴിയലല്ല റഹ്മത്ത് എന്ന് മനസ്സിലായില്ലേ? ആണെങ്കിൽ നബി തങ്ങൾക്ക് വേണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്ത ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒന്നുമില്ലേനു, സ്വത്തില്ല, മുതലില്ല, ആരുമില്ല. എന്താ പിന്നെ അങ്ങനെയായി? അതിനും കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തേലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ ഓൻ്റെ വാപ്പാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യമില്ല. കാരണം വാപ്പല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേലും ഒന്ന് പറഞ്ഞാൽ അത് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നൂല. പിന്നെ ജ്യേഷ്ഠന് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നൂല. കാരണം ജ്യേഷ്ഠന്മാരില്ല, അഞ്ചന്മാരില്ല, ആരുമില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് നബി തങ്ങളുടെ മടിയിൽ കിടന്നാണ് 6-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ മരിച്ചാൽ എന്താ ആകാശഭൂമികളിൽ ഏറ്റവും വലിയ ഒരാൾക്ക് ജന്മം നൽകിയതിന് ശേഷമാണല്ലോ ഞാൻ മരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സന്തോഷവതിയായ ഗർഭിണി ആമിന ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നാണ്. ലോകത്തെ ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന വീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. നബിതങ്ങളുമായി ബന്ധപ്പെടുന്നതിനാണ് വിജയം, അല്ലാത്തതൊക്കെ പരാജയമാണ്. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനനുസരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. യുദ്ധം കൊടിമ്പിരി കൊണ്ടിരിക്കുകയാണ്, യുദ്ധക്കളത്തിൽ ഇങ്ങനെ പൊടി പാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. പലരും വാളുകൾ എടുക്കുന്നുണ്ട്, വെട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ആരെങ്കിലും നബി തങ്ങളെ നേരക്ക് അമ്പെയ്താൽ അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ കൊണ്ടാൽ പിന്നെ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നി. ഖത്താദ റളിയല്ലാഹു അൻഹു പെണ്ണെട്ടിയിട്ട് പുതുക്കപ്പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അന്ന് ഒരുമിച്ച് റൂമിൽ അവർ കൂടിയിട്ടില്ല. അതിൻ്റെ മുന്നേ പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടിയുള്ള വിളി കേട്ടപ്പോൾ വാളെടുത്ത് ഉറയെ തൂക്കിങ്ങാണ്ട് ഭാര്യനോട് അസ്സലാമു അലൈക്കും, പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാൻ വേണ്ടി വിളിക്കേണ്ടി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് പോയതാണ്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അമ്പെയ്ത്തായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ഒരാൾ നബിതങ്ങൾക്ക് നേരെ അമ്പെയ്തിട്ട് അത് മുസ്തഫായ നബിതങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാൽ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. നബിതങ്ങൾ ഇങ്ങനെ ഒരു ഉയരത്ത് പാറക്കല്ലും ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് മറയിട്ട് അവിടെ നിന്നു. കൊള്ളാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എഴുതിയിട്ട് അങ്ങ് നിന്നു. ദൂരെ നിന്ന് ഉന്നമുള്ള ഒരാൾ അമ്പെയ്തു നബി തങ്ങളുടെ നേരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്താദയുടെ ശരീരത്തിലാണ് അത് കൊണ്ടത് കണ്ണിലായിരുന്നു. നബിൻ്റെ മുന്നിൽ ഇങ്ങനെ ഖത്താദ നിൽക്കുകയാണ്, കണ്ണുകൾ വന്നത് കൊണ്ടു. അമ്പ് ഇങ്ങോട്ട് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണുകൊണ്ട് പോന്നു. ആ കണ്ണെങ്ങനെയാണ് കയ്യെ പിടിച്ചിട്ട് നബിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഇപ്പം ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോവുക, എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു. ഓലെ ആവശ്യമുള്ളതൊക്കെ നബിനോട് ചോദിച്ചു വാങ്ങിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വർഗാവകാശികൾക്ക് 120 അടയാളുണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിലേതെങ്കിലും അടയാളം എൻ്റെ അടുത്തുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ആ 120 നിങ്ങൾക്ക് ഉണ്ട് പറഞ്ഞു. സ്വർഗത്തെ പറ്റി മുസ്തഫ നബി തങ്ങൾ വയല് പറയാണ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 വാതിലുണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്കാണ്. മൂപ്പര് വാതിലിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് ചോദിച്ചു, ഈ 8 വാതിലും കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ തുറക്കുമെന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? അത് നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഞമ്മക്കാണ് ഇപ്പോൾ അതിൽ മടിയുള്ളത്. ഞമ്മക്കിപ്പോൾ അങ്ങനെയിട്ടൊക്കെയാണ് ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കാവൂലേ എന്ന് തോന്നുകയാണ്. غير حصر وعدد لك أشكو فيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോൽക്ക് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങലായിരുന്നു പതിവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ മുമ്പന്തിയിലാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 70,000 ആളുകൾ ഷഫാഅത്തില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സെന്ന് ഒരു സഹാബി എഴുന്നേരോട് ചോദിച്ചു, അതിലൊന്ന് ഇന്നാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ നിങ്ങളെ ഒന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് വേണ്ടൊക്കെ ചോദിച്ചു വാങ്ങിയെന്ന്. നമുക്ക് വലിയ മടിയാണ് ചോദിക്കാൻ, അത്രയേ ഉള്ളൂ. ഞമ്മക്ക് തോന്നുകയാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അള്ളി റസൂൽ ഒന്നാവൂലേ? ആവൂലേ. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഞാൻ പറഞ്ഞു? ഞമ്മക്കിങ്ങനെ തോന്നുന്നത് അങ്ങനെയിട്ടോട് പറഞ്ഞാൽ അള്ളി റസൂൽ ഒന്നാവൂലേ, അത് ശിർക്കാവൂലേ? അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര്, അസ്മാഉൽ ഹുസ്നയിലെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഉണ്ട്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. റഊഫ് അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേരാണ്. അബ്ദുർ റഊഫ്, അബ്ദുർ റഹീം. റഊഫ്, റഹീം രണ്ടും അള്ളാഹിൻ്റെ പേരാണ്. ആ 2 പേര് അള്ളന്നെ മുഹമ്മദ് നബിനെ വിളിച്ചു ഈ ആയത്തിൽ. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇൻ്റെ ശേഷം ഇറങ്ങിയ ആയത്താണ്. ദീന് പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു അവൻ്റെ 2 പേര് മുഹമ്മദ് നബിയെ വിളിച്ചിരിക്കുന്നു. ഒന്ന് റഊഫ്, മറ്റൊന്ന് റഹീം. തന്നെ കയറൂല അങ്ങനെ എന്നാണ് പറഞ്ഞു. അതായത് കമാലിയത്തിൻ്റെ എന്തെല്ലാം ഔസാഫുകളുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് ചേരും സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പൂർണ്ണമാവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബാലഗ് ബാലിഗും മിശറമാഉ തിബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈ ദീനിൻ്റെ അടിസ്ഥാനം. അതുണ്ടെങ്കിൽ ഈ ദീനിൽ നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതിലെ ഓരോ കാര്യങ്ങളും സംശയമായിട്ട് ഇങ്ങനെ വരും, ഓരോന്നും സംശയമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സത്യമാണ്, നബി തങ്ങൾ പറഞ്ഞത് മാത്രമാകുന്നു സത്യം. മുമ്പൊരിക്കൽ ഒരു മലയാള പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യോത്തരം വന്നിരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പല്ലിയെ കൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അർത്ഥത്തിലുള്ളൊരു ചോദ്യം, വാക്ക് വ്യത്യാസം ഉണ്ടാവും.
പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദ്യം. മറുപടി: പല്ലിയെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക കാഴ്ചപ്പാടുകൾക്ക് അത് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എവിടെത്തി? ഗേറ്റിംഗ് അല്ല, നടു റോട്ടിലെത്തിയ ആള്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെയും പിടിച്ചു നിൽക്കാം. അല്ലെങ്കിൽ സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ചൊക്കെ പിടിച്ചിക്കാം. ഇത് അതൊന്നല്ല പറഞ്ഞത്, മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നതാണ്. എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? റബീഉൽ അവ്വൽ ആയാൽ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബേജാറ്. ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഈ ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള താല്പര്യക്കുറവ്, അത് എത്രത്തോളം താല്പര്യമുണ്ടോ അത്ര ആൾ സജീവാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ള വലിയൊരു വർത്താനം ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, മത്ത സാഅത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ എന്നാ ഈ ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് എന്നാണ്? മത്ത സാഅത്തു യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഒമാ അഹദത്തലഹ, ഖിയാമത്തിൻ്റെ ഡേറ്റ് എന്നായിക്കോട്ടെ, ഖിയാമത്തിന് വേണ്ടി നിൻ്റെ അടുക്കൽ എന്താണ് ഒരുക്കമുള്ളത് എന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ എന്താ റെഡി ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞ, അള്ളാഹിൻ്റെ റസൂലേ, എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഇഷ്ടമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ത മാമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കുന്നതാണ്. നീ സ്വർഗത്തിലായിരിക്കുന്നല്ല പറഞ്ഞത്, പിന്നെ നിനക്കാരെയാണോ ഇഷ്ടം അവരോടൊപ്പമായിരിക്കും. മുഹമ്മദ് നബിനെയാണ് ഇഷ്ടമെങ്കിൽ സ്വർഗത്തിലാകുന്നല്ല പറഞ്ഞത്, ജന്നാത്തുൽ ഫിർദൗസിലാകുന്ന അതിൻ്റെ അർത്ഥം. അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്. സ്വർഗത്തിന് 100 ദറജകളുണ്ട്. അതിലെ 100ാമത്തെ ദറജയാണ് ഫിർദൗസ്. അവിടെയാണ് മുഹമ്മദ് നബി ഉണ്ടാകുക. മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെട്ടാൽ അവിടെ ഉണ്ടാവുന്നതാണ് അന്ത മാമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ആകെ പ്രതീക്ഷയുള്ളത് അതാണ്. അല്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് എടുക്കത്താനാ? കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ നിസ്കരിച്ച മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന് ഞാൻ എതിര് ചെയ്തു പോയി എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ബൂസൂരി ഇമാമ പറഞ്ഞത്. അത് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ല, മൂപ്പര് നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്, അതൊരു വർത്താനം. പക്ഷെ മൂപ്പർക്കുള്ള സങ്കടം അതിലല്ല. പിന്നെ കാലിൽ നീര് വന്ന് വീർക്കുന്നതുവരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ? കാരണം എൻ്റെ കാലം അങ്ങനെ ആയിട്ടില്ലല്ലോ. ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ കാല് നീര് വന്ന് വീർത്ത് പൊട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കാല് നീര് വന്ന് വീർത്തുന്നത് വരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ എന്ന സങ്കടം പറഞ്ഞ ആളാണ് അബൂ സഈദിനിൽ ബൂസൂരി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. ഓർക്കൊക്കെ നബിനോട് അത്രയും. അപ്പം ഖത്താദ റളിയല്ലാഹു അൻഹു ആ കണ്ണിനെടുത്തുങ്ങാണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കെൻ്റെ കണ്ണുവാണല്ലോ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോവുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ വെച്ച് 2 കണ്ണ് തന്നാൽ പോരയോ ഖത്താദ എന്ന് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു ബുദ്ധിക്ക് കളിച്ചു. മൂപ്പര് പറഞ്ഞു, പറ്റൂല, എനിക്കത് പറ്റൂല, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണിന് തരണം, പിന്നെ 2 കണ്ണിന് പകരം സ്വർഗത്തിൽ നിങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ, അത് ക്യാൻസൽ ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞു.
അതാണ് ബുദ്ധി കളിച്ചു പറഞ്ഞേ. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ കളിച്ച അതാ കളി. നിങ്ങളാ തരാന്ന് പറഞ്ഞ ഉണ്ടല്ലോ സ്വർഗത്തിൽ, അതെന്തായാലും വേണം, പക്ഷെ ഇവിടുന്ന് ഇതും വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തുങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുങ്ങാണ്ട് ആ കുയ്യിലാണ് വെച്ചിട്ട് സർഫാക്കപ്പെട്ട് ഉമ്മിനീരെടുത്ത് രസണം തേച്ചു കൊടുത്തു. ഖത്താദ പറയുന്നു റളിയല്ലാഹു അൻഹു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. കൊയ്ഞ്ഞാടി കണ്ണിനെ പിന്നെ ചെങ്കണ്ണും കൂടി ഉണ്ടായിട്ടില്ലെന്ന് സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. ചില ആൾക്കാർ ലൈഫ് തരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ അതിനെവിടെങ്കിലും വല്ല ലൂഫുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. അതായത് രണ്ട് കൂട്ടക്കാരാണ് ദീനിലുള്ളത്. ചിലർ അന്വേഷകർ, വേറെ ചിലർ ആസ്വാദകർ. ചില ആൾക്കാർ അന്വേഷിക്കും, മരിക്കോളം റബീഉൽ അവ്വൽ 12-ന് മൗലൂദ് ഓതാൻ പറ്റുമോ, ഘോഷയാത്ര നടത്താൻ പറ്റുമോ, പായസം കൊടുക്കാൻ പറ്റുമോ, മരിക്കോളം അന്വേഷിക്കും. തീരുമാനമായിട്ട് പായസം കുടിക്കാൻ നേരം ഉണ്ടാവില്ല. വേറെ ചില ആൾക്കാരുണ്ട്, റബീഉൽ അവ്വൽ 12 പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ പാടിക്കോളി എന്നറിയും, അതിലങ്ങോട്ട് പാടും. അപ്പോൾ കീശയിൽ കായുള്ള ചില മദീനക്കാർക്ക് തോന്നും എടുത്തുകാണ്ട് കവറിലിട്ട് കൊടുത്താലോ എന്ന്. അപ്പോൾ എടുത്തുകാണ്ട് കവറിലിട്ടാണ് കൊടുക്കുക. അതന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ആസ്വാദകർ. വേറെ ചിലർ അന്വേഷകർ. അന്വേഷിച്ച് നടന്നാലും മരിക്കോളം അന്വേഷിക്കേണ്ടി വരും. ആസ്വദിച്ചാൽ മരിക്കണതിന് മുമ്പ് ആസ്വദിക്കുക തന്നെ. എന്നതിനർത്ഥം പഠിക്കണ്ടെന്നല്ല, ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ദീനിനെ ആസ്വദിക്കണം. ദീൻ ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്. ദീൻ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഏക മനുഷ്യൻ മുഹമ്മദ് നബി മാത്രമാണ് സല്ലല്ലാഹു. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പുണ്യനബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു. ഞാനാ പറഞ്ഞത് അറിയാതെ വന്നു പോയതാണ്. നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന മൊത്തം വർത്താനം എടുത്താൽ അധികം പൊരുത്തപ്പെടിക്കാനുള്ളത് ഇക്കാരം 1 2 മുങ്കർ നക്കീറിന് റഖീബ് അത്തീദിനെ എഴുതാൻ പറ്റിയതുണ്ടാവും. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തോന്നും. ആ കോലത്തിലാണ് പറയാം. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വെട്ടേണ്ട ഒരു വാക്കും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നാം ഉണ്ടായിരുന്നിക്കാണോ? അല്ല, വർത്താനം പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരെയും പോലെ. സംസാരം കുറവായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ സംസാരിക്കാതിരുന്നിട്ടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിനെ പഠിക്കണം. ത്വാഹ നബി